സാബിർ താൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടാകുമ്പോൾ ഇല്ലേ വല്ലാതൊരു കൗതുകം തോന്നിപ്പോയി. സാബിർ താത്ത ഗർഭം ധരിച്ച് 12 മാസം 13 മാസം ധരിച്ചിട്ട് ആ ഡാൻസ് ആടുന്ന ഒരു വീഡിയോ കാണുമ്പോൾ ഇല്ലേ വല്ലാതെ ഒരു കൗതുകം തോന്നിപ്പോയി. ഇങ്ങനെയുണ്ടാ സ്ത്രീകൾ ഗർഭം ധരിച്ചാൽ ഇങ്ങനെ ഡാൻസ് ചെയ്യാമല്ലോ പറ്റുമോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും ആരാണ് ഈ സാബിർ താത്ത? സാബിർ താത്ത എന്ന് വെച്ചാൽ യൂട്യൂബിലെ അറിയപ്പെട്ട ഒരു ബ്ലോഗറാണ്. സാബിർ താൻ്റെ ഒരു വീഡിയോ ഒരു ദിവസം ഇല്ലെങ്കിലുണ്ടല്ലോ ആളുകൾ നിലവിളിക്കും. ആ കമൻറ്റ് ബോക്സ് നിങ്ങൾ തുറന്നു നോക്കിയാൽ കാണാം. എന്നാലും അറിയാത്തവർക്ക് സാബിർ താര് എന്നറിഞ്ഞിട്ട് ഞാനിതൊക്കെ അടിക്കട്ടാ. എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാണ് സുഖം നിങ്ങൾ വിചാരിക്കുക. എന്തായാലും പട്ട് സ്ഥിരീകരിച്ചല്ല നിങ്ങൾ പറയാ, സ്ഥിരീകരിച്ചിക്കാം. എന്റെ പൊന്ന മക്കളെ, ഇത് മയക്ക മാറിപ്പോയതാ, വായിലേക്ക് പിടിക്കേണ്ടി മൂക്കിലേക്ക് ആയിപ്പോയതാ. നിങ്ങൾ ഏതായാലും നിങ്ങളൊന്നും വിചാരിക്കട്ടെ, വായിലോട്ടേക്ക് ഇത് മൈക്കല്ലോ വയറല്ലേ, വായിലേക്ക് പിടിക്കേണ്ടത് മൂക്കിലേക്ക് ആയിപ്പോയത്. പിന്നെ പട്ട് സ്ഥിരീകരിച്ച് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇതിനോട് കൂടി സ്ഥിരീകരിക്കും. ഈ വീഡിയോ കാണുമ്പോൾ ഒരിക്കലും ഞങ്ങൾ അങ്ങനെ സ്ഥിരീകരിക്കില്ല സാബിർ താത്ത. അങ്ങനെ എന്റെ പൊന്നു മക്കളെ, ഇതെന്തിനാണ് മൂക്കിന്റെ ഉള്ളിൽ കുത്തി നിങ്ങൾ അറിയോ? ഇടക്കിടക്കിടക്ക് മൂക്ക് ചൊറിയുന്നുണ്ട്. അത് നിങ്ങൾ വിചാരിക്കും മോതിരം കാണ്ടിട്ടാ കൈ കാണണ്ടിട്ടാണ്. അതൊന്നും അല്ല. നിങ്ങൾ ആരും അങ്ങനെ വിചാരിക്കല്ല കേട്ടാ. ഇടക്കിടക്ക് മൂക്ക് മൂക്ക് ചൊറിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇതാക്കുന്നേ. എന്നാലും ഇത് മൂക്കിലാണ് വെച്ച് കഴിഞ്ഞാൽ ഇടക്കിടക്ക് ഇങ്ങനെ ചൊറിച്ചലങ്ങ് മാറും. അതുകൊണ്ടാണ് മക്കളെ ഇനി ഇതിൻ്റെതായ വന്ന് വട്ടാണോ ഭ്രാന്താണെന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ റമദാൻ മാസാണെന്ന് പറയുന്നത്. നിങ്ങളെ വട്ടൊന്ന് മാറ്റണേ. റമദാൻ മാസം തെച്ചു പോ, നിങ്ങൾ കയ്യിൽ നിന്ന് താഴെ വെക്കണേ. ഇതൊരു റമദാൻ മാസം ഇറങ്ങിയ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു. എന്നിരുന്നാലും ആ ഗർഭത്തിൻ്റെ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പില്ലേ റമദാൻ മാസം വേറൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. റമദാൻ മാസം ഇറങ്ങിയ വേറൊരു വീഡിയോ, അത് വല്ലാത്തൊരു വീഡിയോ കേട്ടോ. എന്താണെന്ന് നിങ്ങൾ കേട്ടോളൂ ആ വീഡിയോ. ആ ചിരി തന്നെ പോരെ സാബിർ താത്ത, നിങ്ങളെ വേറെ എന്താന്ന് ഇതിരുന്നാലും കേൾക്കാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇട്ടാൽ ഉടനെ തന്നെ വന്ന് കമന്റ് ഇടുന്ന ഒരു സീനത്ത് അബൂബക്കർ എന്ന് പറയുന്ന ഒരു മുസ്ലിം സ്ത്രീയുണ്ട്. കാണിച്ചിരുന്നത് താത്ത മുസ്ലിം അല്ലേ താത്ത? എടുത്ത് പറയുന്നത് പിന്നെ മുസ്ലിം സ്ത്രീ ഉണ്ട് ഇസ്തിഗ്രാമില്ല. ഓക്കെ അറിയാത്ത കേൾക്കാം. എല്ലാവരും കാണണം. ഇതാണ് ആ ഫോട്ടോസ്. കാണുന്നുണ്ട്. നമ്മുടെ താത്താക്ക് നല്ല വിവരമുണ്ട് കേട്ടോ. സീനത്തിന് തെറി വിളിക്കുന്നുള്ളത്. സീനത്തെ നിന്നോട് ഞാൻ പറയുകയാണ്, ഓളിട്ട കമന്റ് ആയത് കേൾക്കണം. അല്ലാഹുവേ നീ കാത്തു രക്ഷിക്കണേ. ഇതുപോലുള്ള ജന്തുക്കൾ എന്നെ പറഞ്ഞേ, ജന്തുക്കൾ ഉണ്ടെങ്കിൽ നാട്ടിൽ യുദ്ധമല്ല പലതും നടക്കും. പ്രായം എത്രയായി? നല്ലൊരു റംസാൻ മാസം. ഇതുപോലെയുള്ള നല്ല ഇതുപോലുള്ള നല്ല ആൾക്കാർ ഉണ്ടെങ്കിൽ ലോകാവസാനിക്കുകയില്ല. അത് ശരി തന്നെ. ഇതുപോലത്തെ ആളുകളുണ്ടെങ്കിൽ ലോകം അവസാനിക്കില്ല താത്ത. ഇതുപോലത്തെ ആളുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പുതിയ വീഡിയോ എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ലോകത്തിനെ നീട്ടി കൊണ്ടുപോകും അവസാനിക്കുന്നുള്ളത്. അപ്പൊ നിങ്ങളെ പോലുള്ളവർ വേണം താത്ത. പറയും അഹങ്കരിച്ചു നടക്കുന്നവരാണ്. അള്ളാഹു എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ എന്ന് സീനത്ത് അബൂബക്കർ എന്ന് പറയുന്ന ആൾ പറഞ്ഞത്. ഈ സീനത്ത് അബൂബക്കർ എന്ന് പറയുന്ന സീനത്തെ വിവരമില്ലാത്ത തലയും തലച്ചോറും ഇല്ലാത്തോളെ നിന്നോടാണ് ഞാൻ പറയുന്നത്. ഞാൻ വിവരം തലച്ചോറും ഇല്ലാത്ത ഓളെന്ന് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല താത്ത. വീഡിയോസ് ഇട്ടാലും അത് ഉടനെ തന്നെ വന്ന് കമന്റ് ചെയ്യുന്ന സീനത്ത് അബൂബക്കർ എന്ന് പറഞ്ഞ സീനത്ത്. നിങ്ങളെ വീഡിയോക്ക് എന്തുകൊണ്ട് കമന്റ് ഇടുന്നതെന്നറിയോ? കാരണം വെച്ചാൽ നിങ്ങളോടുള്ള ആ സ്നേഹം കൊണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ദിവസം നിങ്ങളെ വീഡിയോ ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരു ടെൻഷനാണ്. ഇവിടെ പോയി നമ്മുടെ സാബിർ താത്ത, അങ്ങനെയുള്ള ടെൻഷൻ കൊണ്ടായിരിക്കും നിങ്ങളുടെ കമന്റ് ഇടുന്നത്. ഈ റമദാൻ മാസം ഞാൻ വീഡിയോസ് ഇടുന്നു, നീ അത് പുത്തിരിഞ്ഞ് കാണുന്നു. പിന്നെ എനിക്കാണോ തെറ്റി നിനക്കാണോ തെറ്റി? നീ
റമളാൻ ഇല്ല മാസം വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് ഒരിക്കലും തെറ്റില്ല. കാണുന്ന ഞങ്ങൾക്കാണ് തെറ്റുള്ളത്. അല്ല സാബിർ സാദ്, നിങ്ങൾക്ക് എന്ത് വിദ്യാഭ്യാസപരമായിട്ട് ഇസ്ലാമികരമായിട്ട് നിങ്ങൾക്ക് നല്ല അറിവുണ്ട്. ഇതിനു മുമ്പെല്ലാം ഉസ്താദന്മാരല്ല, നിങ്ങൾ ക്ലാസ് പഠിപ്പിച്ച സാബിർ താത്ത അല്ലേ, അപ്പം നിങ്ങൾക്ക് നല്ല അറിവുണ്ട്. അത് ശരി തന്നെ താത്ത നിങ്ങൾ പറഞ്ഞു. ഓക്കെ, മുസാഫ് എടുത്ത് ചോദുകയാണോ ദിക്ർ ചെല്ലുകയാണോ ചെയ്യുന്നത്? അല്ലെങ്കിൽ നീ ഇപ്പം എഴുതിയ കമന്റ് ഇൻസ്റ്റാഗ്രാമെന്ന് നീ ഖുർആൻ കൈ പിടിച്ചപ്പോൾ അത് കണ്ടു എന്റെ വീഡിയോസ്. ഖുർആന്റെ നടു പേജിൽ കൂടിയാണോ ഈ കമന്റ് ഇട്ടത്? നിന്റെ അതെങ്ങനെ അങ്ങനെ പറഞ്ഞ താത്ത? ഈ കമന്റ് ഇടുന്ന നേരത്ത് നിന്റെ കയ്യിൽ മുസാഫാണോ അല്ലെങ്കിൽ ടച്ച് ഫോണാണോ ഇൻസ്റ്റാഗ്രാം ആണോ? വിവരം കെട്ട സീനത്ത്. ഞാൻ ഇൻസ്റ്റാഗ്രാമെന്ന് ഫോണ് വീഡിയോസ് ഇടുന്നു, നീ ഇൻസ്റ്റാഗ്രാമെന്ന് കുത്തിച്ച് കാണുന്നു. നീയാണോ വിവരം കെട്ടത്, ഞാനാണോ വിവരം കെട്ടത്? അത് ശരി തന്നെ താത്ത. അവരെങ്ങനെ വിവരം നിങ്ങളെങ്ങനെ വിവരം കെട്ടതാണ്? നിങ്ങൾ എന്ന് വെച്ചാൽ ടച്ച് ഫോണും കൊണ്ടിട്ട് വീഡിയോ എടുത്തിട്ട് ഡാൻസ് ആടിത്തെല്ലാം കാണുന്ന ഇതല്ലേ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഇതായില്ല. പിന്നെ വരൂല. ഈ റമളാൻ മാസം ടച്ച് ഫോൺ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഉപേക്ഷിച്ച് നടന്ന് ദിക്റും സലാത്തും ചൊല്ലിക്കുത്തിരിക്കണ്ട ഈ റമളാൻ മാസം വിവരം കെട്ട് തലച്ചോറില്ലാത്ത സീനത്തെ നീ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? നിന്റെ കയ്യിൽ എന്താണ്? ഇൻസ്റ്റാഗ്രാമല്ലേ നിന്റെ കയ്യിലുള്ള, ടച്ച് ഫോണല്ലേ നിന്റെ കയ്യിലുള്ള? വിവരം കെട്ടോളെ നീ കാണുന്നു, ഞാൻ വീഡിയോസ് ഇടുന്നു. എവിടെയാണ് തെറ്റ്? ആർക്കാണ് വട്ട്? ആരാണ് പിന്നെ ഇഴജന്തു? അതെന്ന് വെച്ചാൽ കാരണം വെച്ചാൽ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ ഇടുന്നത് കൊണ്ടല്ലേ നമ്മളെ പോലത്തോള് കാണുന്നുള്ളത്. അപ്പോൾ തെറ്റാരെടുത്ത് കാണുന്ന നമ്മുടെ അടുത്ത് തന്നെ താത്ത. അത് ശരി തന്നെ നിങ്ങൾ പറഞ്ഞത്. നീയാണോ ഞാനാണോ? ഞാനിടുന്ന്, നീ കാണുന്നു. വിവരം കെട്ടോടെ. അപ്പോൾ താത്ത പറഞ്ഞത് കറക്റ്റ് അല്ലേ? കാരണം വെച്ചാൽ താത്ത വീഡിയോ ഇടുന്ന് നമ്മൾ കാണുന്നു, അപ്പം കണ്ട നമ്മളാണ് തെറ്റുകാരൻ. താത്ത ഒരിക്കലും തെറ്റില്ല. താത്ത ചെയ്യുന്നത് നല്ല പ്രവൃത്തി, പക്ഷെ അത് നമ്മൾ കാണാൻ പാടില്ല. അപ്പം നിങ്ങൾ നേരത്തെ ചോദിച്ചില്ലേ പിന്നെ താത്താൻ്റെ ഗർഭത്തിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? താത്താൻ്റെ ഇതാണ് നമ്മുടെ താത്താൻ്റെ ഇതാ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് സങ്കടം തോന്നിയില്ലേ? കാരണം എന്ന് വെച്ചാൽ ഈ 12 മാസം ഗർഭം ധരിച്ചിട്ട് താത്താൻ്റെ ഓരോ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ, എന്നിട്ട് അത് മാത്രമല്ല, എന്നിട്ട് താത്ത എവിടെ കയറിയതെന്നറിയോ? മരത്തിൽ കയറിയത്. ഈ ഗർഭം 12 മാസം ചുമന്നിട്ട് ആ താത്ത മരത്തിൽ കയറിയിട്ട് ഇങ്ങനെയെല്ലാം കളിക്കുമ്പോൾ ഇല്ലേ, എനിക്ക് സത്യത്തിനും സങ്കടം തോന്നി. നിങ്ങൾക്ക് സങ്കടം തോന്നി, നിങ്ങൾ അറിയിക്കണമോ? ഇതാ യാ സുബ്ഹാനല്ലാഹ്. അല്ലാ കുഞ്ഞിൻ്റെ കണ്ട മരത്തിൽ കയറിയത്. ഈ 12 മാസം ഗർഭം ചൊന്നിട്ട് താത്ത മരത്തിൽ കയറിയല്ല. ഇത് കാണുമ്പോൾ ഇല്ലേ എനിക്ക് സങ്കടം തോന്നി. പിന്നെ താത്ത, നിങ്ങൾ ആര് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരിക്കലും അത് പറയാൻ പാടില്ല കേട്ടോ. പക്ഷെ ഇങ്ങനത്തെ ഇതെല്ലാം കാണുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് ബട്ടല്ല. ഇങ്ങനത്തെ പ്രവൃത്തിയെല്ലാം കാണുമ്പോൾ ആര് പറയൂ? അതെന്നെ ആരും വിചാരിക്കില്ല. കാരണം വെച്ചാൽ ഞങ്ങൾക്കറിയാം സാബിർത്ത നല്ലൊരു പിന്നെ ഈമാൻ്റെ കണ്ടതൊന്നും ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും സാബിർത്താക്ക് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും. ഏറ്റവും പെട്ടെന്ന് പ്രസവം എനിക്കെന്ത് പറയാൻ അറിയുന്നില്ല കേട്ടോ. നിങ്ങൾ തന്നെ പറയും, എന്തുണ്ടെങ്കിലും നിങ്ങൾ തന്നെ പറഞ്ഞു.